എന്റെ അച്ഛമ്മേനെ അച്ഛൻ കൊണ്ടുവരൂ. മോനെ ആദ്യം അമ്മ എവിടെ? ഞാൻ വിളിച്ചിട്ട് വരാം. അല്ല ഈ എന്താ ഇവിടെ ഇരിക്കണ്? എല്ലാരും മുറ്റത്തുണ്ട്, ഈ എന്താ പൂവിടാൻ വരാത്തത്? ജി വന്നാ? അമ്മോ, നീ എന്തിനാണ് കരഞ്ഞത്? എന്നോട് പറയോ? ഈ ഓണത്തിന് അച്ഛമ്മ ഇല്ലാഞ്ഞിട്ടൊരു സങ്കടം. ദേ നിന്റെ അച്ഛൻ വരുന്നു. അച്ഛാ, എന്താ അച്ഛ അച്ഛമ്മേനെ കൊണ്ടുവരാഞ്ഞ്? അന്റെ അച്ഛമ്മ വാ പോയി ചോറിനാ. അമ്മു ഇവിടെ വാ വാ. ആ തള്ളയെ വൃദ്ധസദനത്തിലാക്കിയതിനു ശേഷമാണ് ഒരു സമാധാനം കിട്ടിയത്. അതില്ലാതാക്കാനാണോ നിന്റെ പ്ലാൻ? എന്തൊരു കഷ്ടം. വാ മോനെ. ആ അമ്മന്റെ ഒരു അവസ്ഥ. അമ്മു, നീ എന്താ ചോറിനാൻ വരണില്ലേ? ഇവിടെ വന്നിരിക്ക്. തിരുവോണായിട്ട് എന്തേ വിഷമിച്ചിരിക്കണേ? ഇവിടെ വന്ന് ചോറിന്. മോനെ കരയണ്ട, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം. അവിടെയുണ്ട് ഓണസദ്യ. മോളെ, അച്ഛമ്മേൻ്റെ കുട്ടി എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ? ഇന്നൊരു തിരുവോണ ദിവസമല്ലേ? അച്ഛമ്മ മോളോട് പറയാറില്ലേ ഭക്ഷണത്തിന് മുമ്പിൽ കുറുമ്പ് കാട്ടിയിരിക്കരുത് എന്ന്? മാവേലി തമ്പുരാന് എല്ലാവരും ഒരുമിച്ചുള്ള ഓണമാണ് ഇഷ്ടം. എൻ്റെ കുട്ടി പോയിരുന്ന് ഭക്ഷണം കഴിക്കൂ. മോളെ, നമ്മൾ പോയി ചോറ് തിന്നട്ടാ. കുട്ടീൻ്റെ അച്ഛമ്മയൊക്കെ വന്നോളൂട്ടാ, വിഷമിക്കണ്ട മോള്. വാ, വല്യമ്മാൻ്റെ കുട്ടിക്ക് വല്യമ്മ വാരി തരാട്ടാ. വല്യമ്മ, എന്തിനാ എൻ്റെ അച്ഛമ്മേനെ വേറെ സ്ഥലത്ത് കൊണ്ടാക്കിയത്? ഈ ഇക്കയും താത്ത എന്താ വല്യമ്മനെ കൊണ്ടാക്കാത്തത്? മോളെ അമ്മു, എല്ലാ മക്കളും ഒരുപോലെ ആണെന്നില്ലല്ലോ. ഞങ്ങളൊക്കെ പഠിച്ചത് ഉമ്മാൻ്റെ കാൽപാദത്തിനടിയിൽ സ്വർഗം എന്നാണ്. ആ ഒരു സ്വർഗം വിട്ടിട്ട് ഞങ്ങൾക്കൊരു സന്തോഷവും വേണ്ട, അല്ലടി?